സംഘികൾ നിരന്നു നിന്ന് വെള്ളപൂശുന്ന സുഗതൻ ഗുണ്ടയുടെ പരാക്രമങ്ങളുടെ ഒരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. ഇതുപോലൊരു നിഷ്കളങ്കൻ തലസ്ഥാനത്തില്ല, അല്ലെങ്കിൽ കേരളത്തിൽ പോലും ഇല്ല. അത്ര ഒരു ശുദ്ധാത്മാവിനെയാണ് ഇടതുപക്ഷത്തിന്റെ പകപോക്കലിന്റെ ഭാഗമായി കാപ്പ ചുമത്തിയതെന്നാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. സംഘി പേജുകളെല്ലാം സുഗതൻ പാവാട എന്നുള്ളൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുഗതൻ ഗുണ്ട നടത്തിയ ആക്രമണവും അതിന് ഇരയായി തീർന്ന വ്യക്തിയും തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനത്തിനിരയായ വ്യക്തി ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. കാര്യം ശ്രീരേഖ IPS കൊണ്ട് പറയിച്ചു കഴിഞ്ഞാൽ, കാര്യം IPS പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണ്ട അല്ലാതായി മാറും. ക്രിമിനലിനെ നമ്മൾ താമ്രപത്രത്തിൽ വിശുദ്ധയാക്കി പ്രഖ്യാപിക്കണമല്ലോ. അതിനുവേണ്ടി അടിപൊളി ഉഡായിപ്പായവരുടെ കൂട്ടത്തിൽ ചെന്ന് ചേർന്ന ശ്രീരേഖയെ കൊണ്ട് വെള്ളപൂശിയാൽ തീരുന്നതല്ല ആ റൗഡിയുടെ കയ്യിലിരിപ്പ്. ഇതേ കേട്ടെ. നമ്മുടെ ഇവിടുത്തെ BJP കൗൺസിൽ സുഗതൻ എന്നോട് ചെയ്ത ക്രൂരതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശമായിട്ടാണ് എന്നോട്. എന്റെ വീട്ടിൽ കയറി എന്റെ വാഹനങ്ങൾ അടിച്ചു തകർത്തു. അതിന്റെ പേര് നേരെ കേസുണ്ടായി. സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തു. ആ കേസിലാണ് ആദ്യത്തെ കാപ്പ ലിസ്റ്റ് പുറത്തു വരുന്നത്. അത് കഴിഞ്ഞ് എന്നെ തട്ടിക്കൊണ്ടുപോയി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കാറിൽ കയറ്റി ബലമായിട്ട് 3-4 പേർ ആയുധങ്ങളായിട്ട് വന്ന് എന്റെ വീട്ടിലിരുന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി. ഈ കൗൺസിൽ ചെയ്ത കാര്യങ്ങളാണ്. പാട്ടോണത്തെ വാർഡ് കൗൺസിലർ ചെയ്ത് സുഗതൻ ചെയ്ത കാര്യങ്ങളാണ് ഈ ചെയ്തു. അതിനും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ വാർഡ് കൗൺസിൽ കാണിക്കുന്ന ഓരോ തമ്മാടത്തിനേക്കാളും ഓരോ ജനങ്ങളും പേടിയോടുകൂടിയാണ് കേൾക്കുന്നത്. കാരണം ഇനി എന്റെ ഇലക്ഷന്റെ തലയ്ക്കും തലേ ദിവസം BJPയുടെ ബൂത്ത് കമ്മിറ്റിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ അതുവഴി പാസ് ചെയ്തപ്പോൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷന്റെ അന്ന്, കോർപ്പറേഷൻ ഇലക്ഷന്റെ അന്ന് ഈ വാർഡ് കൗൺസിലർ സുഗതൻ ബൂത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വോട്ടിടാൻ ചെല്ലുമ്പോൾ പോലീസുകാരുടെ മുമ്പ് വെച്ചിട്ട് നിന്നെ ഞാൻ തോക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ മുമ്പേ കൊല്ലും, ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സമയം തരും എന്ന് വരെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ സുഗതൻ. ഒരു BJP കൗൺസിലറാണ് പറയുന്നത്. കൗൺസിലർ ആകാൻ പോകുന്ന ആളാണ് അന്ന് പറഞ്ഞത്. ഇപ്പൊ കൗൺസിലറാണ്. ഇപ്പോഴും എനിക്ക് ഭീഷണിയുണ്ട്. എന്നെ കൊല്ലുന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. ജയിലിൽ നിന്ന് ഇറങ്ങരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പോലെ എല്ലാവരും, കുറെ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ലക്ഷങ്ങൾ കാശ് കൊടുക്കാറുണ്ട്. കടം വാങ്ങിയ കാശുകൾ ഏകദേശം 2 കോടിയോളം രൂപ എന്റെ കണക്കിൽ തന്നെ ഉണ്ട്. എനിക്കറിയാവുന്ന ആൾക്കാർ ആരും പരാതി കൊടുക്കാത്തത് ഇവന് പേടിച്ചിട്ട്, ഈ കൗൺസിലറെ പേടിച്ചിട്ടാണ് പരാതി പോലും കൊടുക്കാതിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പോരാത്തതിന് അവൻ മറ്റു പല വെച്ച കാര്യങ്ങൾ എനിക്കറിയാം. മണർക്കോണത്ത് ഒരു ആക്രികട നടത്തുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ 25,000 രൂപ കൊടുത്തു. 25,000 രൂപ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ സംഭാവന കൊടുക്കാത്തതിന്റെ പേരിൽ സുഗതനും അവന്റെ സുഹൃത്തുക്കളും ആയുധങ്ങളോട് ചെന്ന് അവന്റെ പാവപ്പെട്ടവന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി ആഴ്ച നശിപ്പിച്ചുള്ളത്. അവൻ ഇന്നും കേസ് കൊടുത്തിട്ടില്ല, പേടിച്ചിട്ട്. അവൻ ഇന്നും അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം മേലത്തുമേലെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കാലിനെ അടിച്ചു ഓടിച്ചു. അത് കാൽ മുറിച്ചു മാറ്റി, മുട്ടിന്റെ മുകളിലോട്ട് മുറിച്ചു മാറ്റിയാൽ ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അയാളും കേസ് കൊടുത്തിട്ടില്ല. 1.5 ലക്ഷം രൂപ കൊടുത്താണ് സെറ്റിൽ ചെയ്തത്. അതിലേക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതാണ് സുഗതനെ പോലുള്ള വ്യക്തിയുടെ സ്വഭാവങ്ങൾ. ഒരുപാട് എല്ലാ കേസുകളും ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവനത് ഒന്ന് അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കായിരുന്നെങ്കിൽ ഏകദേശം ഒരു 10-30ഓളം കേസുകൾ ഇനിയും വന്നാണ്. ഈ സുഗതനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കും. ഈ പോലീസുകാരായിരുന്നാലും രാഷ്ട്രീയക്കാരൻ ആരായിരുന്നാലും സുഗതനെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കും. അവൻ ചെയ്ത കേസുകൾ എന്തൊക്കെയാണെന്ന് തെളിയിക്കണം. കാര്യം അവൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് ഇവന്റെ പ്രവർത്തിയാണ്. ഇവന്റെ വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ അവനൊരു പല ദുഷ്യസ്വഭാവങ്ങളുണ്ട്. തലസ്ഥാനത്തെ പല മനുഷ്യരുടെയും ജീവിതങ്ങളിൽ ഈ ഗുണ്ട കടന്നു കയറി ആക്രമണം അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പലതിനെയും പൈസ കൊടുത്ത് BJPക്കാർ സെറ്റിൽ ചെയ്തു. എന്നിട്ട് വിശുദ്ധാത്മാവാണത്രേ. കാപ്പ ചുമത്തിയത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിലാണെന്ന് പറയുമ്പോൾ, അല്ല 11 കേസുകളിലും ഇടതുപക്ഷം പറഞ്ഞിട്ടാണോ ഒരു വ്യക്തി കേസിൽ പ്രതിയാകുന്നത്? ഈ നാട്ടിൽ എത്ര BJPക്കാരുണ്ട്? സമരത്തിൽ പങ്കെടുത്ത കേസ് മനസ്സിലാക്കാം. നാട്ടുകാരെ തട്ടിക്കൊണ്ടുപോയി കയ്യേറ്റം ചെയ്യുക, വീട്ടിൽ കയറി ആക്രമിക്കുക, വാഹനം കത്തിക്കുക, ഇതൊക്കെ ഹോബിയാക്കിയ വ്യക്തിയെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കാം? ഗുണ്ട എന്നല്ലാതെ മറ്റൊരു പേരിലും അയാളെ വിളിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വ്യക്തിയെയാണ് ഇപ്പോൾ വിദഗ്ധമായിട്ട് സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെ അയാളെ മഹാത്മാവാക്കുന്നത്, വിശുദ്ധനാക്കുന്നത്. ഈ പ്രവൃത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചെയ്യാറുണ്ട്, മുകേഷ് നായർക്ക് വേണ്ടി ചെയ്യാറുണ്ട്, ദിലീപ് നായർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ സവർണ കുലത്തിൽപ്പെട്ടവര് എന്ത് അക്രമം കാണിച്ചാലും ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിയന്ത്രിതമായിട്ടുള്ള കുറേ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുന്നിൽ ജയ് ശ്രീറാം പേജുകളും അല്ലെങ്കിൽ വിശ്വാസ പേജുകളിലൂടെ ചില നന്മ നിറഞ്ഞ വാക്കുകളിലൂടെ അവരെ അങ്ങ് മഹത്വവൽക്കരിക്കാമെന്നാണ് സംഘികൾ കരുതുന്നുണ്ടെങ്കിൽ ഈ ഗുണ്ട ജയിലിൽ കിടക്കാൻ യോഗ്യനാണ്. ഈ നാട്ടിൽ
ക്ഷേത്രത്തിൽ വെച്ച് മറ്റുള്ളവരെ എല്ലാം കയ്യേറ്റം ചെയ്യാൻ ഇയാൾ ആരാണ്? അയാൾ അടിച്ചത് മറ്റൊരു ക്രിമിനലിനെയാണെന്നാണ് വരുത്താൻ ശ്രമിക്കുന്നത്. ക്രിമിനലിനോട് പകപോക്കി എന്ന് പറയുമ്പോൾ ഒരു 916 ക്രിമിനൽ ആയിട്ടുള്ള വ്യക്തിക്ക് രാഷ്ട്രീയ കേസുകൾക്കപ്പുറമായിട്ട് പലതരത്തിൽ അക്രമം കാണിക്കുകയും വ്യക്തികളെ കയ്യേറ്റം ചെയ്ത കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സാമൂഹ്യ വിരുദ്ധൻ തന്നെയാണ്. അയാൾ ജനപ്രതിനിധിയാകാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. ഏതൊരു ക്രിമിനലും സംഘിപ്പാളയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ വിശുദ്ധനാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട് എന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ ജാതിയിൽ മുന്നോക്കക്കാരനാണ് എന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാളെ മഹാത്മാവാക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ എന്താണ് ഇയാൾ ചെയ്തിരുന്ന പ്രവൃത്തി എന്നാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്.